ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഗ്രോസറി സ്റ്റോർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നെക്സ്റ്റ് ജേസ് ആസ് ഫ്രണ്ട് എൻഡ്, സ്റ്റാപ്പി CMS at ബാക്ക് എൻഡ്, PostgreSQL ആസ് എ ഡേറ്റാബേസ് യൂസ് ചെയ്ത് ഒരു ബ്യൂട്ടിഫുൾ ഗ്രോസറി ആപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും GMT സ്റ്റോർ, കാറ്റഗറി ലിസ്റ്റ് ഉണ്ട്, സെർച്ച് ബാർ ഉണ്ട്, അതേപോലെ തന്നെ കാർട്ട് ഐറ്റംസ് കാണിക്കുന്നുണ്ട്, ലോഗിൻ ഫംഗ്ഷനാലിറ്റി, ബ്യൂട്ടിഫുൾ സ്ലൈഡറാണ്. ഷോപ്പ് ബൈ കാറ്റഗറീസ്, ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്, പോപ്പുലർ പ്രോഡക്ട്സ് കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു ഫൂട്ടറും കൂടിയുണ്ട്. നമുക്ക് ഇൻ കേസ് ഒരു ഐറ്റം കാർട്ടിലേക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ടു കാർട്ട്, ലോഗിൻ ഇല്ലാണ്ട് കാർട്ട് ഐറ്റം ആഡ് ചെയ്യാൻ പറ്റില്ല. സൈൻ ഇൻ, ലോഗിൻ സക്സസ്ഫുൾ. ഇനിയിപ്പോൾ കാർട്ട് ഐറ്റം ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ടു കാർട്ട്, ആഡഡ് ടു കാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഐറ്റം ഇവിടെ അവൈലബിൾ ആണ്. ചെക്കൗട്ട് ത്രൂ പേപ്പാൽ നമുക്ക് ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. $34 ആണ് ഇവിടെ കാണിക്കുന്നത്. സെയിം എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. കംപ്ലീറ്റ് പർച്ചേസ്, ഓർഡർ സക്സസ്ഫുൾ, ട്രാക്ക് യുവർ ഓർഡർ. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓർഡേഴ്സും ഇവിടെ കാണാൻ പറ്റും. ലാസ്റ്റ് ഓർഡർ ഓറഞ്ച് ആയിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രോസറി സ്റ്റോർ. ഈ ഒരു വെബ്സൈറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വരും വീഡിയോസിൽ നമുക്ക് കാണാം.